പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീണ്ടും ഇന്ന് എത്തിയിരിക്കുകയാണ്. നവംബർ 19 ചൊവ്വാഴ്ച. എന്തല്ലേ എന്നാണ് വിശേഷം വരിക? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുഖല്ലേ? അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഇന്നും പറയാനുള്ളത് എന്താണ്? മണിപ്പൂര് തന്നെയാണ്. മണിപ്പൂര് ആളെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ശമനം ഉണ്ടാകുന്നേ ഇല്ല മണിപ്പൂരിലെ പ്രശ്നത്തിന്. എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്ന ന്യൂസ് മണിപ്പൂര് തന്നെയാണ്. കാരണം അത്രയ്ക്ക് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിലെ സാഹചര്യം. വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കൊല്ലും കൊലവിളിയും മാത്രമാണ് മണിപ്പൂരിൽ എങ്ങും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. മണിപ്പൂരിൽ 7 പേർ കൂടി കൊല്ലപ്പെട്ടു. പ്രതികാരാഗ്നിയിൽ കൊന്നു തള്ളുന്നു. അക്രമം വ്യാപിക്കുന്ന മണിപ്പൂരിൽ 7 പേർ കൂടി കൊല്ലപ്പെട്ടു. ജിരിബാം ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്നലെ വെളുപ്പിനെ യുവാവ് വെടിയേറ്റു മരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ചാക്കിൽ കെട്ടി തള്ളിയ നിലയിൽ യുവതിയുടെയും പെൺകുട്ടികളുടെയും നഗ്നശരീരം ആസാം അതിർത്തിയിലെ ബരാക് നദിയിൽ കണ്ടെത്തി. ഇംഫാൽ ജില്ലയിൽ ഉൾപ്പെടെ കർഫ്യൂ തുടരുകയാണ്. 7 ജില്ലകളിൽ ഇന്റർനെറ്റിന് നിരോധനം 2 ദിവസത്തേക്കും കൂടെ നീട്ടി. അപ്പം 6 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. പിന്നെ ചാക്കിൽ കെട്ടിയ നിലയിൽ യുവതിയുടെയും പെൺകുട്ടികളുടെയും നഗ്ന ശരീരം അവിടെ ബരാക് നദിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. യുവതികളുടെയും പെൺകുട്ടികളുടെയും അത് നഗ്ന ശരീരം എന്ത് ക്രൂരമായ കാര്യമാണ് അവരോട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ. കഴിഞ്ഞ ആഴ്ചയാണ് കുക്കി വിഭാഗക്കാരായ 11 യുവാക്കള് കൊല്ലപ്പെടുന്നത്. അപ്പം അവര് കൊല്ലപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണങ്ങൾ ഇപ്പൊ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മേത്തി അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമിച്ച സ്ത്രീകളും കുട്ടികളും അടക്കം 6 പേരെ തട്ടിക്കൊണ്ടുപോയി. ഞായറാഴ്ച അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ശനിയും ഞായറുമായി മന്ത്രിമാരുടെയും MLA-മാരുടേതുമായി 13 വീടുകൾ ജനക്കൂട്ടം അഗ്നിക്കിരയാക്കിയത്. മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെയും മരുമകന്റെയും വസതികൾക്കിടയിൽ തീയിടലും ശ്രമമുണ്ടായി. നമ്മൾ ഇന്നലെയും പറഞ്ഞായിരുന്നു, മന്ത്രിമാരുടെയും വീട്ടില് അവര് പ്രതിഷേധമാളി കത്തി അവരുടെ വീടൊക്കെ നശിപ്പിച്ചു എന്ന്. നമ്മൾ പിന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ ഇന്ന് 13 വീടുകളാണ് MLA-മാരുടേതുമായിട്ടുള്ള 13 വീടുകളാണ് ജനക്കൂട്ടം അഗ്നിക്ക് ഇരയാക്കിയിരിക്കുന്നത്. ഇന്നലെ ജസ്റ്റ് അവര് സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് പോയതും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്നവര് അഗ്നിക്ക് ഇരയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിനകം കുക്കീസ് ആയുധ ക്യാമ്പുകൾ തകർക്കുമെന്നാണ് മേത്തി സംഘടനയുടെ ഏകോപന സമിതി ഞായറാഴ്ച സർക്കാരിന് നൽകിയ അന്ത്യശാസനം. കുക്കികൾ തിരിച്ചും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ബീരൻ സിംഗ് ഇന്നലെ NDA മുന്നണി യോഗം വിളിച്ച് സ്ഥിതിഗതി ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇന്നലെ നമ്മുടെ അമിത്ഷായും യോഗം ചേർന്നിരുന്നു. അപ്പം കൂടുതൽ സേനാംഗങ്ങളെ അയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം 50 സേനാംഗങ്ങളെ കൂടി അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനികളുടെ അയക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ ദിവസവും അമിത്ഷാ ഉന്നതതല യോഗം ചേർന്നു. ആ നേതൃത്വത്തിൽ ക്രമസമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട NIA 3 FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ 5000 സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന 35 CRPF യൂണിറ്റുകളെയും 15 BSF യൂണിറ്റുകളെയുമാണ് അയക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ 2000-ഓളം പേരടങ്ങുന്ന 20 അധിക CAPF കമ്പനികളെ സംസ്ഥാനത്ത് വിന്യസിക്കാനും നേരത്തെ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 50 അധിക കമ്പനികളെ വിന്യസിക്കുന്നത്. നിലവിൽ 218 CAPF കമ്പനികളുടെ സാന്നിധ്യമാണ് ഉള്ളത്. അപ്പം അവിടുത്തെ പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും 50 സേനാംഗങ്ങളെ കൂടി 5000 സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു 35 CPR യൂണിറ്റുകളെയും 15 BSF യൂണിറ്റുകളെയും അയക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് നമുക്ക് പറയാം. പിന്നെ മോദിജി ആണെങ്കിൽ ഇവിടെങ്ങും ഇല്ല. അദ്ദേഹം എന്താണ് ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പം എന്തായാലും അദ്ദേഹം വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമായിരിക്കും, പ്രതീക്ഷിക്കാം. അതെ. പിന്നെ അമിത്ഷാ ആണെങ്കിൽ 2-3 ദിവസമായിട്ട് ഉന്നതതല യോഗമൊക്കെ വിളിച്ച് ചേർത്തിട്ടുണ്ട് പ്രശ്ന പരിഹാരം കാണാനായിട്ട്. പിന്നെ ഈ ഓരോ ദിവസം കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ 23 പേരാണ് ഈ മാസം മാത്രമായിട്ട്. ഈ ഒരു മാസം
മാസം മാത്രമായിട്ട് അവിടുത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 23 പേരാണ്. 225 പേർ കലാപം രൂക്ഷമായ 2023 മെയ് മാസത്തിന് ശേഷം കൊല്ലപ്പെട്ടു. 2023 മെയ് മാസത്തിലായിരുന്നു കലാപം രൂക്ഷമായത്. അപ്പൊ അതിനുശേഷം കൊല്ലപ്പെട്ടത് 225 പേരാണ്. അപ്പൊ അതിനുശേഷം 225 പേര്. ചെറിയ സംഖ്യയല്ല 225 എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ സംഖ്യ. മാത്രമല്ല ഒരുപാട് അക്രമവും നടക്കുന്നുണ്ട്. ഇപ്പൊ പീഡനം, അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും കുട്ടികളെ സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയാണ് അവര്. തട്ടിക്കൊണ്ട് പോവുക മാത്രമല്ല, പിറ്റേ ദിവസം ചിലപ്പോൾ കാണുന്നത്, ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു പിഞ്ചു കുഞ്ഞിന്റെ തല വിച്ഛേദിക്കപ്പെട്ട നിലയിലൊക്കെ കാണുന്നു. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ നഗ്നരായിട്ട് ഓരോരുത്തരത്ത് നിന്ന് കണ്ടെത്തുന്നു. അപ്പം അത്ര ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ ജില്ലകളിലാണെങ്കിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട്, ഇപ്പൊ വീണ്ടും ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്. അപ്പം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ അതിന് വേണ്ട അധികാരികൾ അതിനായിട്ട് മുൻകൈയെടുക്കുന്നില്ല. ഇപ്പം BJP കൂട്ടരാജിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. കലാപം അമർച്ച ചെയ്യുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് ജിരിബാമിൽ 8 നേതാക്കൾ രാജിവെച്ചത് ബീരൻ സിംഗിന് തിരിച്ചടിയും. ജില്ലാ പ്രസിഡന്റ് കെ ജാദു സിംഗ് ഉൾപ്പെടെയാണ് പാർട്ടി വിട്ടത്. സർക്കാരിനുള്ള പിന്തുണ 7 MLA-മാരുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. അപ്പം BJPക്ക് അവിടെ ഒരു പ്രതിസന്ധിയാണ്. എന്നിട്ട് മോദി അത് കണ്ടിട്ടും എന്താണിത് കാണാത്തതെന്ന് അതിനുള്ള റീസൺ അറിയില്ല. പിന്നെ കലാപം അവസാനിപ്പിക്കണമെന്നാണ് RSS പറയുന്നത്. അതായത് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തരമായിട്ട് ഇടപെട്ട കലാപം അവസാനിപ്പിക്കണമെന്നാണ് RSS ആവശ്യപ്പെടുന്നത്. അതായത് 19 മാസമായിട്ട് തുടരുന്ന ഒരു കലാപമാണിത്. അത് 19 മാസം. ഇപ്പം നമ്മളാണെങ്കിൽ യുക്രൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 വർഷത്തോടെ അടുക്കാറായി. കാരണം 2022 ഫെബ്രുവരി 24 അവിടെ ആക്രമണം നടക്കുന്നത്. ഇപ്പം 24 ഇപ്പോൾ ഡിസംബർ ആകാറായി, നവംബറായി. അപ്പം 3 വർഷത്തോളം ആകാൻ പോകുന്നു. അപ്പം അവിടെ തന്നെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസിലൂടെ കാണുമ്പോൾ നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, കാരണം നമ്മൾ അതുപോലെ ഒത്തൊരുമയോടെ ജീവിക്കുവാണല്ലോ എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ ഇപ്പം 19 മാസമായിട്ട് ഈ കലാപം തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതിനൊരു അന്ത്യം കാണാനായിട്ട് പറ്റുന്നില്ല. കാരണം കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നു, കൊല്ലുന്നു, പീഡിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം തീർന്നു എന്ന് പറയാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം കലാപം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് RSS പറയുന്നത്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണം. മോദിയാണെങ്കിലും മൗനം തന്നെ പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് മൗനം വെടിയാത്തതെന്ന് നമുക്കറിയില്ല. പിന്നെ അമിത്ഷാ പിന്നെയും പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർ ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇനി അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, അതായത് കൊല്ലത്ത് നിന്നാണ് നാളെ മുതൽ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം കൊല്ലത്ത് തുടങ്ങും. 3 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതികളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് മുടങ്ങിയ കേസുകളാണ് പുതിയ കോടതി പരിഗണിക്കുക. അപ്പോൾ പുതിയ കോടതിയിൽ പരിഗണിക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് മുടങ്ങിയ കേസുകളാണ് പരിഗണിക്കുന്നത്. ഒരു മജിസ്ട്രേറ്റും 3 ജീവനക്കാരുമാണ് ഉണ്ടാകുക. അപ്പം അധിക ജീവനക്കാരൊന്നുമില്ല, ഒരു മജിസ്ട്രേറ്റും 3 ജീവനക്കാരുമാണ് ഉണ്ടാവുക. കേസുകൾ കടലാസിൽ ഫയൽ ചെയ്യുന്ന രീതി ഇവിടെയില്ല. വെബ്സൈറ്റിലൂടെ നിശ്ചിത ഫോറം ഓൺലൈനായി സമർപ്പിച്ചാണ് ഫയൽ ചെയ്യേണ്ടത്. 24 മണിക്കൂറും ഫയൽ ചെയ്യാനും. അപ്പം ഇവിടെ കേസുകൾ നമ്മൾ കടലാസിലൊന്നും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ നിശ്ചിത അതിനായിട്ടൊരു ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചാണ് ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 24 മണിക്കൂർ നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് 24/7 ഓൺലൈൻ കോടതി എന്ന് പറയുന്നത്. എവിടെയിരുന്നും ഏത് സമയത്തും കോടതി സംവിധാനത്തിൽ ഓൺലൈനായി പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും ഏത് സമയമാണെങ്കിലും, ഇപ്പോൾ രാത്രിയാണോ
ഒന്നും നോക്കണ്ട, ഏത് സമയവും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ കോടതിയുടെ ഈ ഓൺലൈൻ സംവിധാനത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. കക്ഷികളോ അഭിഭാഷകരോ കോടതിയിൽ ഹാജരാകേണ്ടതില്ല. വാദവും വിചാരണയും കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഓൺലൈനായി തന്നെ നടക്കും. അപ്പം സാധാരണ നമ്മൾ കോടതി പോകണമെന്നുണ്ടെങ്കിൽ കക്ഷി വേണം, അതുപോലെ തന്നെ അഭിഭാഷകർ വേണം. അപ്പം ഇവിടെ കക്ഷികളോ അഭിഭാഷകരോ ഒന്നും കോടതിയിൽ ഹാജരാകേണ്ടതായിട്ടില്ല. വാദവും വിചാരണയും കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും നമ്മുടെ ഓൺലൈൻ വഴി നടത്തുന്നതാണ്. പ്രതികൾക്കുള്ള സമൻസ് അതത് പോലീസ് സ്റ്റേഷനുകളിൽ ഓൺലൈനായിട്ട് അയക്കും. അപ്പം പ്രതികൾക്കുള്ള സമൻസും അതത് പോലീസ് സ്റ്റേഷനുകളിൽ ഓൺലൈൻ വഴിയായിട്ടായിരിക്കും അയക്കുന്നത്. പ്രതിക്കും ജാമ്യക്കാർക്കും ജാമ്യാപേക്ഷ ഓൺലൈനായി ഫയൽ ചെയ്ത് ജാമ്യം എടുക്കാനും കഴിയും. അപ്പം അതുപോലെ തന്നെ പ്രതികൾക്ക് ഓൺലൈനായിട്ട് തന്നെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. രേഖകൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. കോടതിയിൽ അടയ്ക്കേണ്ട ഫീസ് ഇ പേയ്മെന്റ് വഴി അടയ്ക്കാം. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓൺലൈൻ വഴി ചെയ്യുന്ന ഒരു സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ട് കോടതി നടപടികളിൽ പങ്കെടുക്കാനും പറ്റും. അപ്പോൾ കേസിന്റെ നടപടികൾ ആർക്കും പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പൂർണ്ണമായിട്ട് അത് പേപ്പർ രഹിതമായിരിക്കും. മറ്റു കോടതികളിൽ നിന്നും ഇ ഫയൽ ലിങ്ക് നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ പേപ്പർ ഫയൽ ഹാജരാക്കണം. ഇവിടെ അത് വേണ്ടി വരില്ല. പിന്നെ ഒരു മജിസ്ട്രേറ്റ് 3 കോടതിയും ജീവനക്കാരും കമ്പ്യൂട്ടറും ക്യാമറയും അടക്കം അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇ ട്രഷറി മുഖേന കോഡ് ഫീ അടയ്ക്കാം. ഇ പോസ്റ്റ് മുഖേന പ്രതികൾക്ക് സമൻസും കോപ്സ് മുഖേന പോലീസുമായുള്ള ഇടപെടൽ. അതെന്താണ് നല്ലൊരു കാര്യമാണ്. അതെ, എന്തായാലും നാളെ മുതൽ കൊല്ലത്ത് 24x7 ഓൺലൈൻ കോടതി, അതായത് രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങുകയാണ്. എന്തായാലും അത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആയത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വാർത്തയെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീ പീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്ന് തന്നെയാണ് പറയേണ്ടി വരും. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്ന കാര്യം സ്ത്രീകളെ ഇങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുക. ഇപ്പം കുറേ നാളായിട്ട് സ്ത്രീധനം കിട്ടുന്നില്ല എന്നുള്ളതിന്റെ പേരിലായിരുന്നു. ഇപ്പം ചിലരാണെങ്കിൽ ബോഡി ഷേമിങ് നടത്തും, അല്ലെങ്കിൽ ചിലര് ഇത് എന്താണ് പൈസ ഇല്ല എന്ന് പറഞ്ഞ് നടത്തും, അല്ലെങ്കിൽ ജോലിയില്ല, വണ്ണമില്ല, കളറില്ല, ജാതി, അങ്ങനെ ഒരുപാട് കുറേ റീസൺസ് ഉണ്ടാവുമല്ലോ നമ്മളെ ഇങ്ങനെ പീഡിപ്പിക്കാനാണ്. അപ്പം ഭർതൃബന്ധുക്കളുടെ ശരീര അധിക്ഷേപവും ഗാർഹിക പീഡനമായിട്ടാണ് ഇപ്പം കോടതി പറയുന്നത്. സ്ത്രീകൾക്ക് ഭർതൃ വീട്ടിൽ ശരീര അധിക്ഷേപം ഉണ്ടായാൽ അത് ഗാർഹിക പീഡനമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതായത് നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഗാർഹിക പീഡനമാണെന്നാണ് പറയുന്നത്. കാരണം ചിലരൊക്കെ പറയാറുണ്ടല്ലോ, നിനക്ക് വണ്ണം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എന്ത് വണ്ണം, നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ പെണ്ണിന് തീരെ ഭയങ്കര വണ്ണമാടാ, നീ എങ്ങനെയാണ് ഇവളുടെ കൂടെ ജീവിക്കാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ണമില്ലാത്ത ആൾക്കാരെ വണ്ണമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിപ്പം കല്യാണം കഴിഞ്ഞ ആൾക്കാരെ മാത്രമല്ല, കല്യാണം കഴിയാത്ത ആൾക്കാരെ കൂടി വണ്ണമില്ല അല്ലെങ്കിൽ അമിത വണ്ണമാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ കളിയാക്കുകയാണെങ്കിൽ അത് ഒരു ഗാർഹിക പീഡനമാണെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഭർതൃ സഹോദരങ്ങളുടെ ജീവിത പങ്കാളികളും ആ വീട്ടിലുണ്ടെങ്കിൽ ഗാർഹിക പീഡനം ബാധകമായ ബന്ധുക്കളുടെ ഗണത്തിൽ വരും. അപ്പം ഭർത്താവിൻ്റെ സഹോദരങ്ങളുടെ ജീവിത പങ്കാളികളും ആ വീട്ടിലുണ്ടെങ്കിൽ അവരും ഈ ഗാർഹിക പീഡനം ബാധകമായിട്ടുള്ള ബന്ധുക്കളുടെ ഗണത്തിലാണ് വരുന്നത്. ഗാർഹിക പീഡന കേസിൽ പുത്തുപ്പറമ്പ് പോലീസിന്റെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 3ാം പ്രതിയായ ഭർതൃ സഹോദര ഭാര്യ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് എ ബദ്റുദ്ദീന്റെ ഉത്തരവ്. യുവതിക്ക് ബോഡി ഷേപ്പ് ഇല്ലെന്നും യുവാവിന് യോജിച്ച പെണ്ണല്ലെന്നും സുന്ദരിയെ കിട്ടുമായിരുന്നുവെന്നും മറ്റും പറഞ്ഞ് ഹർജിക്കാരിയെ അധിക്ഷേപിച്ചെന്നാണ് ആരോപണം. അപ്പം ഈ പെൺകുട്ടിയെ ബോഡി ഷേമിങ് ചെയ്തിരിക്കുകയാണ്. അതായത് ബോഡി ഷേപ്പ് ഇല്ല, ഇതിനേക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും, സൗന്ദര്യമുള്ള നേരത്തെ സുന്ദരിയെ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ജസ്റ്റ് തമാശ പറയാമെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒരുപക്ഷെ സം പോയിന്റ്സ് നമുക്കത് ഫീൽ ആവും, പക്ഷെ അവർക്കത് മനസ്സിലാവത്തില്ല. അപ്പൊ അങ്ങനെ ഈ പെൺകുട്ടീനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ശരിക്കും MBBS യോഗ്യതയുണ്ട് എന്ന് സംശയം ഉന്നയിച്ചത് കൂടാതെ ബിരുദരേഖ സംഘടിപ്പിച്ച് പരിശോധിക്കുകയും ചെയ്തു. അപ്പം ഈ കുട്ടി MBBSന് യോഗ്യതയുണ്ട് എന്ന് പോലുമുള്ള സംശയം അവർക്കുണ്ടായിട്ട് അവർ രേഖയൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്തു. അധിക്ഷേപം വയ്യാതെ യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഭർത്താവും ഭർത്തൃപിതാവുമാണ് 1ഉം 2ഉം പ്രതികൾ. അപ്പം നിരന്തരം ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് എന്തായാലും സഹിക്കാൻ പറ്റില്ല.
അപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ പെൺകുട്ടിയുടെ വീട്ടിൽ. അപ്പം അച്ഛനും ഭർത്താവുമാണ് ഒന്നാം. ആരോപണങ്ങൾ ഗാർഹിക പീഡനമാകുമോ? ഭർത്തൃ സഹോദര ഭാര്യ ഗാർഹിക പീഡന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നീ നിയമ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിച്ചത്. ഭർത്താവ്, മക്കൾ, ഭർത്തൃബന്ധുക്കളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അനന്തരവൻ, അനന്തരവൾ, ചെറുമക്കൾ തുടങ്ങി ഒപ്പം താമസിക്കുന്ന ഭർത്തൃ സഹോദരങ്ങളുടെ ജീവിത പങ്കാളികളും IPC 498A ബാധകമായ ബന്ധുവാകുമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. അപ്പം ഇവരെല്ലാം നമ്മളെ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ പീഡിപ്പിച്ചാൽ അവരും ഈ കേസിൽ ഉൾപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പം സാധാരണ എല്ലാവരും പറയും 1-2 പ്രതികൾക്ക് മാത്രം ഇത് കൊടുത്താൽ മതി. പക്ഷെ ഇവരെല്ലാം ഇപ്പം അച്ഛനും അമ്മയും മാത്രമല്ലല്ലോ, പെങ്ങന്മാരുണ്ടെങ്കിൽ അവരും കളിയാക്കും. ഇനിയിപ്പോ ആങ്ങളയുടെ വൈഫ് ഉണ്ടെങ്കിൽ അവരും നമ്മളെ കളിയാക്കും. നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാള് മാരേജിന് നമ്മളോട് ഒരു താല്പര്യം ഇല്ലാതെ അവർ കല്യാണം കഴിച്ചത് ചെറുക്കന്റെ മാത്രം താല്പര്യത്തിന് കല്യാണം കഴിച്ചു കൊണ്ടുപോവാണെങ്കിൽ ഇവരിങ്ങനെ കളിയാക്കും. അപ്പൊ ആ ഒരു ഇങ്ങനെ കളിയാക്കുകയാണെങ്കിൽ, അത് ശരീര അധിക്ഷേപം നടത്തുകയാണെങ്കിൽ അതും ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുമെന്നാണ് കോടതി ഉത്തരവ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അത് നല്ല കാര്യം തന്നെ. കുറെ ആൾക്കാർ ഇങ്ങനെ വെറുതെ കളിയാക്കാനായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ എല്ലാം പിടിച്ച് പോലീസ് അകത്തിടുകയാണ് വേണ്ടത്. അടുത്ത എന്താ? വയനാട്ടിനുള്ള കേന്ദ്ര സഹായം പ്രധാനമന്ത്രി എത്തിയ ശേഷം, നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാടിന്റെ കാര്യം, കേന്ദ്രം അവഗണിക്കുകയാണെന്ന്. അപ്പൊ വയനാട്ടിനുള്ള കേന്ദ്ര സഹായം ഇനി പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം മാത്രമേ ഉള്ളൂ. അദ്ദേഹം മറ്റേ G20 ഉച്ചകോടിയിലാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് സഹായ പ്രഖ്യാപനം വിദേശ പര്യടനം കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ ഉണ്ടാകൂ. 22-നാണ് പ്രധാനമന്ത്രി തിരിച്ചെത്തുക. കേന്ദ്ര ആഭ്യന്തര, ധനകാര്യ, കൃഷി മന്ത്രിമാരുൾപ്പെടെ ഉന്നതതല സമിതി യോഗം അന്തിമ തീരുമാനം കൈക്കൊള്ളും. കാർഷിക വായ്പകളും വിദ്യാഭ്യാസ വായ്പകളും എഴുതിത്തള്ളാനുള്ള കാര്യത്തിൽ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചേക്കും. പ്രാദേശിക ബാങ്കുകൾ വായ്പാ സാധ്യതകൾ എഴുതിത്തള്ളാൻ തയ്യാറായാൽ വേണ്ട സഹായം നൽകാമെന്ന നിലപാടാണ് റിസർവ് ബാങ്ക് ഡൽഹിയിൽ സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസിനെ അറിയിച്ചത്. അപ്പം കാർഷിക വായ്പകളും വിദ്യാഭ്യാസ വായ്പകളും എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരിത് ഉണ്ടാകുമെന്നാണ് ഇപ്പം വിലയിരുത്തുന്നത്. അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പരിഗണിച്ച് ലെവൽ 3-യിൽ ഉൾപ്പെടുത്തുമെന്ന പ്രധാന ആവശ്യമാണ് കേരളം ഉന്നയിക്കുന്നത്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന തുകയും മറ്റ് വിശദ വിവരങ്ങളും ഉൾപ്പെടുത്തിയ PDNA റിപ്പോർട്ട് സംസ്ഥാനം ഉടൻ കേന്ദ്രത്തിന് കൈമാറും. 2000 കോടിയിലധികം രൂപ അനുവദിക്കണമെന്നാണ് റിപ്പോർട്ടിൽ അഭ്യർത്ഥിക്കുക. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരും യോഗം ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അനുമതി കിട്ടിയാൽ റിപ്പോർട്ട് കൈമാറാം. PDNA റിപ്പോർട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. ബാങ്ക് വായ്പകളും എഴുതിത്തള്ളേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടും. അതായത് നമുക്കൊരു തെളിവില്ലല്ലോ എന്താണ് ബാങ്ക് പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി വരാതിനി വയനാട്ടിലുള്ള കേന്ദ്ര സഹായം നടക്കില്ല. നമ്മൾ ഇന്നലെയും പറഞ്ഞായിരുന്നു, കത്തയച്ചായിരുന്നു. കാരണം ഇത്രയും നമുക്ക് ഇന്നലെ അനുവദിച്ചത് നമ്മൾ ചോദിച്ചതിനേക്കാളും വളരെ തുച്ഛമായ വിലയാണ് നമുക്ക് അനുവദിച്ചു തന്നത്. അത് സംസ്ഥാനത്തിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് കേന്ദ്രത്തിനോട് ചോദിച്ചതും ദേശീയ ദുരന്തമായിട്ട് അല്ലെങ്കിൽ ലെവൽ 3 ദുരന്തമായിട്ട് വയനാടിനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതുവരെയും കേന്ദ്രം അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. അതായത് ദേശീയ ദുരന്തമാക്കാനൊന്നും പറ്റില്ല എന്നാണ് അവരും പറയുന്നത്. പക്ഷെ ഇവര് വന്ന് കണ്ടതുമാണ് നമ്മളുടെ വയനാട്ടിൽ ഇത്രയും വലിയ രൂക്ഷമായ പ്രശ്നമായിട്ട് ഉയർത്തുന്ന കാര്യം. പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കണ്ടിട്ട് പോലും സഹായം കിട്ടുന്നില്ല. അതെ, അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അപ്പം വയനാടിനുള്ള കേന്ദ്ര സഹായത്തെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പൊ എന്തായാലും എല്ലാ പത്രത്തിലും കാണുമല്ലോ ശബരിമല തീർത്ഥാടനമായതുകൊണ്ട് അതിനെക്കുറിച്ച്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു നിലയ്ക്കൽ എവിടെയോ KSRTC ബസ് കത്തിയത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാഹനങ്ങളിലൊന്നും, അതായത് തീർത്ഥാടകരെയും കൊണ്ട് വരുന്ന വാഹനങ്ങളിലൊന്നും LED ബൾബ് അലങ്കാരം വേണ്ട എന്നാണ്. അതായത് LED ബൾബും അലങ്കാരവും ഒന്നും വേണ്ട എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പം ഇക്കാര്യത്തിൽ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കണമെന്നും തീർത്ഥാടകർക്കായിട്ട് എത്തിച്ച KSRTC ബസ് കത്തി നശിച്ച സംഭവത്തിൽ അദ്ദേഹം അന്വേഷണത്തിലെ വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങളിലെ LED ബൾബും അലങ്കാരവും ഒന്നും വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്.
ബസ് KSRTC ബസ് കത്തിയതിൽ ചൊവ്വാഴ്ച വിശദീകരണം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുമായി എത്തിയ ബസ് കഴിഞ്ഞ ദിവസം കണമല ഇറക്കത്തിൽ മറിഞ്ഞിരുന്നു. ഈ ബസ്സിൽ LED ബൾബുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വീഡിയോ പരിശോധനയിൽ വ്യക്തമായി കോടതി പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ശബരിമല ഇറങ്ങി വരുന്ന സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട് വണ്ടി മറിഞ്ഞെന്ന് പറഞ്ഞത് തമിഴ്നാട്ടിലെ തീർത്ഥാടകർ. അപ്പം അതിലെ വീഡിയോയിൽ പരിശോധിച്ചപ്പം ബസ്സിൽ LED ബൾബുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. പമ്പ നിലയ്ക്കൽ പാതയിലെ ചാലകയത്തിന് സമീപം കത്തിയ ബസ് 8 വർഷവും 2 മാസവും മാത്രം പഴക്കമുള്ളതായിരുന്നുവെന്ന് KSRTC സ്റ്റാൻഡിംഗ് കൗൺസിൽ അറിയിച്ചു. അപ്പം പമ്പ നിലയ്ക്കൽ പാതയിൽ കത്തിയ KSRTC ബസ്സിന് 8 വർഷത്തെ പഴക്കവും 2 മാസവുമാണ് ഉണ്ടായിരുന്നത്. ശബരിമല സേഫ് സോൺ പദ്ധതി പ്രകാരം 2022 ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉറപ്പാക്കണം. അപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. അതുപോലെ തന്നെ ശുചിത്വവും സൗകര്യങ്ങളും ഉറപ്പാക്കണം. സന്നിധാനം, തീർത്ഥാടന പാത, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ ശുചിത്വവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ തുടർച്ചയായ പരിശോധന വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സന്നിധാനത്തടക്കം ശുചീകരണം കാര്യക്ഷമമാണെന്ന് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അറിയിച്ചു. ലഹരി പരിശോധനയ്ക്ക് താൽക്കാലിക എക്സൈസ് ഓഫീസുകളും ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചു. ഫാസ്ടാഗ് കൗണ്ടറുകൾ ഇല്ലാത്ത പാർക്കിംഗ് മേഖലകളിൽ ഒരാഴ്ചയ്ക്കകം അതിന് സൗകര്യമൊരുക്കും. ഇടത്താവളങ്ങളിലെ സേവനങ്ങൾ അതത് ദേവസ്വങ്ങൾ ഉറപ്പാക്കുന്നുണ്ടെന്നും അധികൃതർ കോടതിയെ അറിയിച്ചു. അപ്പം ശബരിമലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ശുചിത്വവും, കാരണം നമ്മൾ മല കയറുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ചെരുപ്പിടാതൊക്കെയാണല്ലോ കയറുന്നത്. അപ്പം നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പം അവിടെ ശുചിത്വം, സൗകര്യം, പിന്നെ നമ്മുടെ വാഷ്റൂം ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇതിനു മുമ്പ് എല്ലാം ശരിയാക്കുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പം അത് വീണ്ടും ശുചിത്വവും സൗകര്യങ്ങളും എല്ലാം ഉറപ്പാക്കണം. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം ഉറപ്പാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ശബരിമലയിൽ റോപ്പ് വേ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ കേബിൾ കാറിലും 500 കിലോ ഭാരം കയറ്റാം എന്നുള്ള രീതിയിലുള്ള റോപ്പ് വേ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം കുളത്തൂപ്പുഴയിൽ റവന്യൂ വകുപ്പിന്റെ 4.53 ഹെക്ടർ ഭൂമി കൈമാറുന്നതിനുള്ള ധാരണാപത്രം 21-ന് കൈമാറും. അപ്പോൾ 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുള്ള റോപ്പ് വേക്ക് അനുമതിയായത് അതായത് റെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സർവീസ് നടത്തിയ സാധ്യതാ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടിട്ടുള്ള ഈ റോപ്പ് വേക്ക് അനുമതി കിട്ടിയത്. അതുപോലെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള റോപ്പ് വേക്ക് പകരം ഭൂമി കണ്ടെത്തുന്നതിലെ തർക്കമായിരുന്നു 11 വർഷമായി പദ്ധതി നീളാൻ കാരണമായത്. അപ്പോൾ ഈ 11 വർഷമായിട്ട് ഇപ്പം നേരത്തെ ഇവർ ചിന്തിച്ചാണ് ഈ റോപ്പ് വേ കൊണ്ടുവരണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ 11 വർഷമായിട്ടും ഇത് പദ്ധതി നീളാനായിട്ട് കാരണമായത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള റോപ്പ് വേക്ക് പകരം ഭൂമി കണ്ടെത്തുന്നതിനുള്ള തർക്കമായിരുന്നു. അപ്പം ഈ തർക്കം പരിഹരിച്ചത് മന്ത്രിമാരായ VN വാസവന്, K രാജൻ, AK ശശീന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഈ തർക്കം പരിഹരിച്ചത്. ദാമോദർ കേബിൾ കാർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് BOT അടിസ്ഥാനത്തിൽ നിർമ്മാണ ചുമതല. അപ്പം ഇതിന്റെ നിർമ്മാണ ചുമതല ദാമോദർ കേബിൾ കാർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ്. 2.7 കിലോമീറ്റർ നീളത്തിൽ 5 തൂണുകളുള്ള റോപ്പ് വേയിൽ 40-ലധികം കാറുകളും ആംബുലൻസ് കാറുകളും ഉണ്ടാകും. അതായത് 2.7 കിലോമീറ്റർ നീളത്തിലുള്ള 5 തൂണുകളുള്ള റോപ്പ് വേയിൽ 40-ലധികം കേബിൾ കാറുകളും അതുപോലെ തന്നെ ആംബുലൻസ് കാറുകളും ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞിട്ടുള്ളത്. അടിയന്തര ഘട്ടത്തിൽ മെഡിക്കൽ ആവശ്യത്തിന് ആളുകളെ സന്നിധാനത്ത് നിന്ന് 10 മിനിറ്റ് കൊണ്ട് പമ്പയിൽ എത്തിക്കാനാകും. അപ്പോൾ അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആളുകളെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് താഴെ പമ്പയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. 250 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. ആദ്യഘട്ടത്തിൽ 11 തൂണുകളിൽ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരം 300 മരങ്ങൾ മുറിക്കണമായിരുന്നു. അതിൽ മാറ്റം വരുത്തിയാണ് 5 തൂണുകളാക്കിയതും മുറിക്കുന്ന മരങ്ങളുടെ എണ്ണം 80 കുറച്ചതും. അപ്പോൾ ആദ്യഘട്ടത്തിൽ 11 തൂണുകളിൽ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരം ഒരു 300 മരങ്ങൾ അവിടുത്തെ മുറിക്കണമെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിയത് 5 തൂണുകളായപ്പം 80 കുറച്ചിട്ടുണ്ട്. എന്തായാലും റോപ്പ് വേ വരുന്നൊരു നല്ല കാര്യം തന്നെ. ഇപ്പം നമ്മൾ പഴനിമലയിലാണെങ്കിൽ 1001 പടി ചവിട്ടിയാണ് നമ്മൾ കയറേണ്ടത്. അപ്പം
വയ്യാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പാണ്, അത് പടിയാണ്. പടി മാത്രമല്ല, നമുക്ക് ആന കയറി പോകാനുള്ള ഒരു വഴിയുണ്ട്. ആനയ്ക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ആന കയറി പോകാനും മാത്രം ആനയ്ക്ക് കയറാൻ വേണ്ടി ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക്, കാരണം ഇത്രയും 1001 പടി നമ്മൾ കയറത്തില്ല, ഒറ്റയടിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നിന്നാ കയറണം. അപ്പം പ്രായമുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പഴനിമലയിൽ ഈ കേബിൾ കാറും ഉണ്ട്, അതുപോലെ ട്രെയിൻ സർവീസും ഉണ്ട്. ട്രെയിൻ, ഈ 2 സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പം പ്രായമുള്ള ആൾക്കാർ, അതായത് പ്രായമുള്ളവർ മാത്രമല്ല, ആർക്കും വേണമെങ്കിലും കയറാം. പ്രായമുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ആ 2 ഇത്. അതപ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ജസ്റ്റ് കയറി ഇരുന്നാൽ മതി. നമ്മളെ അവിടെ കൊണ്ടിറക്കുകയും തിരിച്ച് താഴെ വിടുകയും ചെയ്യും. അപ്പം അതുപോലെ ഈ ശബരിമലയിലും റോപ്പ് വരുവാണെങ്കിൽ ഈ ആരോഗ്യപരമായിട്ട് ഇതപ്പം ചിലർക്ക് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഒരു മാല ഇട്ട് പോകാനുള്ളൊരു മനസ്സുള്ള ആൾക്കാർ കുറേ ഇങ്ങനെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥയാണ്. കുറച്ച് നടക്കുമ്പോൾ വീണ്ടും അണയ്ക്കും, പിന്നെയും അണയ്ക്കും. അപ്പം ആ ഒരു ഇത് മാറ്റി കിട്ടാനായിട്ട് ഈ റോപ്പ് വഴി നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് സന്നിധാനത്ത് വെച്ച് വയ്യാണ്ട് വന്നാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് താഴെ കൊണ്ടുവന്ന് ആളെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം റോപ്പ് എന്തുകൊണ്ടും വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. എന്തായാലും അതിൻ്റെ ഒരു 500 കിലോ ഭാരം കയറ്റാവുന്ന രീതിയിൽ, അതായത് ഓരോ കേബിൾ കാറിലും 500 കിലോ ഭാരം കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി എന്താ? നമ്മുടെ പാലക്കാട് നാളെ ബൂത്തിലേക്ക് പോകണം. വിവാദങ്ങൾക്ക് ഷോർട്ട് ബ്രേക്ക്. പാലക്കാട് നാളെ ബൂത്തിലേക്ക്. ആവേശം വാനോളം ഉയർത്തി ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം അവസാനിച്ചു. ഇന്നലെ നിശബ്ദ പ്രചരണത്തിന് ശേഷം പാലക്കാട് ജനത നാളെ വിധിയെഴുതും. 35 ദിവസത്തെ വിവാദങ്ങളും പോർവിളികളും ട്വിസ്റ്റുകളും നിറഞ്ഞ പ്രചരണം അവസാനിച്ചപ്പോൾ മുന്നണികളെല്ലാം ആത്മവിശ്വാസത്തിലാണ്. വിജയം നിലനിർത്താൻ കോൺഗ്രസും മണ്ഡലം പിടിക്കാൻ BJPയും കൈവിട്ട പ്രതാപം അസ്തമിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ CPMഉം കളം നിറഞ്ഞ പാലക്കാട് ആവനാഴിയിലെ അവസാന അടവും പുറത്തെടുത്ത് വിജയം ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണിപ്പം. അപ്പം ഇന്നലെ വൈകിട്ട് 4ഓടെ റോഡ് ഷോകൾ ആരംഭിച്ചു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഷോ ഓലവങ്കോട് നിന്നാണ് ആരംഭിച്ചത്. നീല ട്രോളി ബാഗുമായാണ് രാഹുൽ എത്തിയത്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ആയിരുന്നു അതിലെ പ്രധാന താരം. അപ്പം നാളെയാണ് പാലക്കാട്. അപ്പം നാളെ രാവിലെ 7-നാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ, NDAയുടെ C കൃഷ്ണകുമാർ, LDFന്റെ സ്വതന്ത്രൻ ഡോക്ടർ P സരിൻ എന്നിവരുൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. അപ്പം ആളും അർത്ഥവും ഇറക്കിയുള്ള പ്രചരണത്തിന് വിവാദങ്ങൾ, അപ്പൊ ഇവരുടെ പേരിൽ കുറേ വിവാദങ്ങൾ വന്നായിരുന്നു. കൈ കൊടുക്കാൻ നിന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്, പിന്നെ കള്ളപ്പണം വരുന്നു എന്നുള്ള കാര്യത്തിൽ കുറേ വിവാദങ്ങൾക്ക് പേര് കേട്ട ഒരു ഇതായിരുന്നു പാലക്കാട്ടെ ബൈ ഇലക്ഷൻ. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFന്റെ സാമൂഹിക മാധ്യമത്തിലെ പോരാളിയായിരുന്ന ഡോക്ടർ P സരിൻ കളം മാറി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുന്നത് മുതൽ തുടങ്ങിയ കുഴമറിച്ചിലുകൾ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ എത്തിയത് വരെ തുടർന്നു. അപ്പം കോൺഗ്രസിൽ നിന്ന് ഇടത്തേക്ക് ചാടിയ ആളായിരുന്നു, നമ്മുടെ LDFിലേക്ക് ചാടിയ ആളായിരുന്നു ഡോക്ടർ P സരിൻ. അപ്പം അവിടെ തൊട്ടാണ് ഓരോ വിവാദങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലെത്തിയതും ഉണ്ടായിരുന്നു. അപ്പം ഇരട്ട വോട്ടും വ്യാജ വോട്ടും 3 മുന്നണികളിലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ പറയുന്നത് നിങ്ങൾ ഇരട്ട വോട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ വ്യാജ വോട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ആരോപിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ സ്വകാര്യ ഹോട്ടലിലെ നീല ട്രോളി ബാഗിൽ UDF പണം എത്തിച്ചെന്ന ആരോപണം, LDFും BJPയും വൻ വിവാദത്തിനാണത് തുടക്കമിട്ടത്. കാരണം ഇലക്ഷൻ വരുമ്പോൾ ഒരാളുടെ ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ പണം കൊണ്ടുവന്നു എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉണ്ടായി. പിന്നെ കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറിയിൽ വരെയാണ് അന്ന് പോയി പരിശോധന നടത്തിയത്. നമ്മളത് CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് ഇവരൊന്ന് പരിശോധന നടത്തുന്നത്. അപ്പൊ എന്തായാലും തിങ്കളാഴ്ചയാണ് പ്രചരണ സമാപനത്തിന് പുറപ്പെട്ടത് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം ഇന്നലെ കൊണ്ട് റോഡ് ഷോ എല്ലാം അവസാനിപ്പിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോകളോടെയായിരുന്നു പ്രചരണ സമാപനം. അപ്പം ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ വേളയാണ്. അപ്പം ഇന്ന് നിശബ്ദമായിട്ടാണ് അവർ പ്രചരണം നടത്തുന്നത്. അപ്പം നാളെ അവര് വോട്ട് എടുപ്പിലേക്ക് പോവുകയാണ്. അപ്പം നാളെ രാവിലെ, ബുധനാഴ്ച രാവിലെ 7-നായിരിക്കും വോട്ടെടുപ്പ് തുടങ്ങുന്നത്. എന്തായാലും നമുക്ക് 20-ാം തീയതി അറിയാം, 20-ാം തീയതി പോട്ടെ, 23-ന് അറിയാം പാലക്കാട്, വയനാട്, ചേലക്കര
ബൈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളത്. ഇവിടെ പാലക്കാട് സരിൻ ജയിക്കുമോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ, വയനാട് പ്രിയങ്ക ഗാന്ധി ജയിക്കുമോ എന്നുള്ള കാര്യത്തിന് നമുക്ക് 23 തീരുമാനം അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത വാർത്തയിൽ നമുക്ക് പോയാലോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡൽഹിയിലെ വായു മലിനീകരണം കുറെ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വായു മലിനീകരണം അതിരൂക്ഷം, ഡൽഹി സ്കൂൾ ക്ലാസ് ഓൺലൈനിൽ. അപ്പം വായു മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ സ്കൂളുകൾ അടയ്ക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഹയർ സെക്കൻഡറി വരെ ഓൺലൈൻ ക്ലാസ് മതി. ജസ്റ്റിസുമാരായ അബയസ് അഗസ്റ്റിൻ, ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെയാണ് ഈ നിർദ്ദേശം. വായു മലിനീകരണം നിയന്ത്രിക്കാൻ ഗ്രേഡഡ് റെസ്പോണ്ട് ആക്ഷൻ പ്ലാനിന്റെ സ്റ്റേജ് 4 നടപടികൾ ഇന്നലെ തുടക്കമിട്ടിരുന്നു. അവശ്യ സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് മാത്രമാണ് ഡൽഹിയിലേക്ക് പ്രവേശനം. കെട്ടിടങ്ങളുടെയും ദേശീയപാതകളുടെയും നിർമ്മാണത്തിന് വിലക്ക്. BS4 ഡീസൽ, മീഡിയം, ഹൈവേ ഗുഡ്സ് വാഹനങ്ങളും നിരോധിച്ചു. നിയന്ത്രണങ്ങൾ ഇനി ഒരു ഉത്തരവ് വരെ പിൻവലിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. നിയന്ത്രണം ഏർപ്പെടുത്തൽ മലിനീകരണം രൂക്ഷമാകും വരെ കാത്തിരിക്കുന്ന വായു നിലവാരം മാനേജ്മെന്റ് കമ്മീഷനെ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ ഡൽഹിയിൽ വായു മലിനീകരണം നമ്മൾ കുറേ നാളുകൊണ്ട് പറയുന്ന കാര്യമായിരുന്നു. അപ്പം ഡൽഹിയിലെ വായു മലിനീകരണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ്, ഹയർ സെക്കൻഡറി വരെ ഓൺലൈൻ ക്ലാസ് മതി എന്നാണ് കോടതിയുടെ. 12ാം ക്ലാസ് വരെ ഓൺലൈൻ ക്ലാസ് മതി എന്നാണ് കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആവശ്യ സാധനങ്ങൾ മാത്രം കൊണ്ടുവരുന്ന വാഹനങ്ങൾ മാത്രം കടത്തി വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. അതായത് ദേശീയപാതകളുടെയും നിർമ്മാണങ്ങൾ വിലക്കിയിട്ടുണ്ട്. കെട്ടിടങ്ങളുടെയും ദേശീയപാതകളുടെയും നിർമ്മാണങ്ങളും വിലക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ പിന്നെയും പറഞ്ഞായിരുന്നു വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ട കാര്യം. പുകമഞ്ഞ് കാരണം ഇന്നലെ 14 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. 13 ജയ്പൂരിലേക്കും 1 ഡെറാഡൂണിലേക്കും 14 വൈകി. അപ്പം ജയ്പൂരിലേക്കും ഡെറാഡൂണിലേക്കും ഉള്ള വിമാനമാണ് തിരിച്ചുവിട്ടത്. പിന്നെ 14 വൈകുകയും ചെയ്തു. അപ്പം വായു മലിനീകരണത്തിനൊപ്പം തന്നെ പുകമഞ്ഞും ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിലും ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം സ്കൂൾ കുട്ടികൾക്ക്, അതായത് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ പിന്നെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൺലൈൻ ക്ലാസ് വന്നത് ഈ സമയത്താണ്, കോവിഡിന്റെ സമയത്താണ്. കാരണം ആരും പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അതുപോലൊരു സിറ്റുവേഷനാണ് ഇപ്പം ഡൽഹിയിലും വന്നിരിക്കുന്നത്. പുകമഞ്ഞ് വായു മലിനീകരണം കൂടിക്കൂടി വരികയാണ്. അപ്പം എന്തായാലും ഡൽഹിയിലുള്ള കുട്ടികളൊന്നും ഇനി പുറത്തിറങ്ങണ്ട, ഓൺലൈൻ വഴി പഠിച്ചാൽ മതി എന്നാണ് കോടതി പറയുന്നത്. പക്ഷെ ഇത് പെട്ടെന്നൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എത്ര, കാരണം നമുക്ക് അതുപോലെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ, കാരണം അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ഇത് ശ്വസിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം പുറത്തിറങ്ങാൻ എന്തായാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എത്ര നാളെന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനകത്ത് അടച്ചിരിക്കും. കാരണം നമ്മളത് അനുഭവിച്ചതാ കോവിഡ് വന്നപ്പോ. കാരണം എന്താ ജനലിന്റെ കമ്പി എണ്ണി നമ്മൾ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? കാരണം അത്രയ്ക്ക് ബോറടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത, ജസ്റ്റ് ഒരു പഴം വാങ്ങിക്കാനൊക്കെ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടൊക്കെ ഉണ്ട്, പോലീസ് പിടിക്കുന്ന. അപ്പൊ അതുപോലൊരു സാഹചര്യമാണ് ഇപ്പം ഡൽഹിയിൽ വന്നിരിക്കുന്നത്. നമ്മളെങ്ങനെ ഒരു 2 ദിവസം ഓക്കെ, പക്ഷെ 3 ദിവസം കഴിയുമ്പോഴത്തേന് നമുക്കതൊരു ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാകുന്നു. ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വായു മലിനീകരണം എത്രയും പെട്ടെന്ന് കുറഞ്ഞാൽ മതി അവിടുത്തെ. അപ്പം അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകളാക്കിയിരിക്കുകയാണ് കുട്ടികൾക്ക്. ഇനി നമുക്ക് ഒരു വെറൈറ്റി വാർത്തയിലേക്ക് പോകാം. അതായത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ അല്ലേ? കൃഷി ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, എനിക്ക് കൃഷിയോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ഇഷ്ടമാണ്, സ്ട്രോബെറി കൃഷി ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഇല്ലേ? അപ്പൊ ഇവിടെന്ന് വെച്ചാൽ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ആദ്യ ഫാം സ്കൂള് കർണാടകയിൽ തുടങ്ങിയിരിക്കുകയാണ്. കൃഷി ചെയ്താൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്ന ആശയവുമായി സ്കൂൾ തുടങ്ങിയത് കെംപെഗൌഡ ഒക്കലിഗ വെൽഫെയർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മണ്ഡ്യയിൽ നിന്നുള്ള ലെക്ചററായ സത്യമൂർത്തിയും കർഷക കുടുംബങ്ങളിൽ നിന്നുള്ള 7 പേരുമാണ്. അപ്പം അവിടുത്തെ ലെക്ചറും
കർഷക കുടുംബത്തിലെ ഒരു 7 പേരുമാണ് കൃഷി ചെയ്താൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്ന സന്ദേശമായിരുന്നു. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കാര്യം, കാരണം കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്യുന്നു എന്നും പറഞ്ഞ്. അപ്പം ആ ഒരു ആശയം മുന്നോട്ട് വെച്ചാണ് ഇവര് ഈ ഒരു ഫാം സ്കൂള് കർണാടകയിൽ അഭ്യസ്തവിദ്യരായ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച പുരോഗമന കൃഷി ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. 200 ഗ്രാമങ്ങൾ സന്ദർശിച്ച് പുതിയ ഇനം വിത്തുകൾ വിതരണം ചെയ്തു. അപ്പം ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ ഇവര് പരീക്ഷിച്ച് വിജയിച്ചതാണ് ഈ കാര്യം. അപ്പം അവിടെയുള്ള ആശയങ്ങൾ, പുരോഗമന കൃഷി ആശയങ്ങളെ ആണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 200 ഗ്രാമങ്ങൾ സന്ദർശിച്ച് പുതിയ വിത്തിനങ്ങളാണ് അവർ വിതരണം ചെയ്തിട്ടുള്ളത്. കർഷകർക്ക് പരിശീലന ക്യാമ്പുകൾ, ഫീൽഡ് വിസിറ്റ് ഇവയെല്ലാം കാർഷിക സ്കൂളിലെ സിലബസിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ കർഷകർക്ക് പരിശീലന ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റ് ഇവയെല്ലാം കാർഷിക സ്കൂളിലെ ഒരു സിലബസിന്റെ ഭാഗമായിട്ടാണ്. കൃഷി ഉപകരണങ്ങൾ കുറഞ്ഞ വാടകയ്ക്ക് നൽകാനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും സത്യമൂർത്തി പറഞ്ഞു. കൃഷി ലാഭമാക്കുകയാണ് ലക്ഷ്യം. അപ്പം എന്തായാലും കൃഷി ഉപകരണങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്ത് അവരെ ബോധവാന്മാരാക്കി കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഫാം സ്കൂൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കർണാടകയിൽ. ഇപ്പം നമ്മൾ കർണാടക പോലത്തെ അങ്ങോട്ട് നമ്മുടെ ഈ ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ ആ ഭാഗത്തോട്ട് കുറെ വെറൈറ്റി കാര്യങ്ങളൊക്കെ, ATM നിന്ന് അരി എടുക്കുക, പിന്നെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ATM കാർഡിട്ട് ആരോഗ്യത്തെ കുറിച്ച് അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ രാജ്യത്തെ ആദ്യ ഫാം സ്കൂള് കർണാടകയിൽ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം രാജ്യത്തെ ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നമ്മുടെ 24x ഓൺലൈൻ കോടതി, രാജ്യത്തെ ആദ്യത്തേത്, അത് നമ്മുടെ കേരളത്തിനെ അഭിമാനിക്കാം. ഇത് രാജ്യത്തെ ആദ്യ ഫാം സ്കൂള് കർണാടകയിൽ വന്നിരിക്കുകയാണ്. എന്തായാലും നല്ല കാര്യം തന്നെ. കാരണം ഒരുപാട് ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു മേഖല. കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ തന്നെ പറയാം, ആരാണെന്ന് ചോദിച്ചാൽ പറയും പോലീസ്, ഡോക്ടർ, അല്ലെങ്കിൽ ആർമി ഓഫീസർ, എഞ്ചിനീയർ, അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ആരും എനിക്ക് കർഷകനാണോ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പം ഈ കർഷകർക്കായിരിക്കും ഈ വരുന്ന കാലങ്ങളിൽ ഒരുപക്ഷെ കൃഷി ചെയ്തായിരിക്കാം നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ, നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോയാലോ. മോഷണം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളാണെങ്കിൽ കുറുവാ സംഘത്തിന്റെ മോഷണത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മോഷ്ടിക്കാൻ വരുന്നു, ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം മോഷണം ഒരു രാജകീയമായി മാറി. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ്. അതായത് ലണ്ടനിലുള്ള ഏതോ കള്ളന്മാര് മോഷണത്തിനിറങ്ങി. അപ്പം മോഷണത്തിനിറങ്ങിയപ്പം അവരുടെ കണ്ണിൽപ്പെട്ടത് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരു വിൻസ്റ്റർ കാസിൽ എസ്റ്റേറ്റ് ആണ്. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഒരു എസ്റ്റേറ്റ് ആണ്. അവരുടെ മോഷണത്തിന് അവർ എവിടെയെങ്കിലും ഒന്ന് കയറണമെന്ന് പറഞ്ഞ് പോയതാ. അവരുടെ കണ്ണിൽ ഉടക്കിയത് നമ്മുടെ ഈ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഒരു എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പൊ മാസ്ക് ധരിച്ചെത്തിയ മോഷ്ടാക്കള് ട്രക്കുമായി എത്തി സെക്യൂരിറ്റി ഗേറ്റ് തകർത്തു. സെക്യൂരിറ്റി ഗേറ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ സെക്യൂരിറ്റി ഗേറ്റ് തകർത്ത് പിന്നെ 6 അടി ഉയരമുള്ള, അപ്പം ആരും കയറരുത്, ഒന്നുമില്ല രാജകുടുംബത്തിന്റെ എസ്റ്റേറ്റ് ഇല്ല, അപ്പൊ നല്ല സുരക്ഷ കാണുമല്ലോ, അപ്പൊ ആരും കയറരുത് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അവർ 6 അടി ഉയരത്തിലുള്ള വേലിയായിരുന്നു. ആ വേലി ചാടി അവർ അകത്ത് കയറി. അപ്പോൾ അകത്ത് കയറിയപ്പം പിക്കപ്പ് വാനും ഫാമിൽ ഉപയോഗിക്കുന്ന തരം ഉയരം കുറഞ്ഞ 4 ചക്രമുള്ള റെഡ് കോഡ് ബൈക്കും കണ്ടു. അപ്പൊ ഈ 2 സാധനങ്ങൾ കണ്ടപ്പോൾ ഇത് മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. ചാൾസും ഭാര്യ കാമിലയും എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നില്ല. വില്യം രാജകുമാരൻ എസ്റ്റേറ്റിലെ ഒരു കോട്ടേജിൽ ഉണ്ടായിരുന്നെങ്കിലും സംഗതി അറിഞ്ഞുമില്ല. അപ്പം ഭാര്യയും ഭർത്താവും വീട്ടിലില്ലായിരുന്നു. അപ്പോഴാണ് ഇവർ ഈ റെഡ് കോഡ് ബൈക്കും 4 ചക്രമുള്ള റെഡ് കോഡ് ബൈക്കും എടുത്തു കൊണ്ടുപോയത്. അപ്പം എസ്റ്റേറ്റിൽ പക്ഷേ അന്നേരം ഉണ്ടായിരുന്നത് വില്യം രാജകുമാരനായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ സംഗതി അറിഞ്ഞിട്ടുമില്ല. ചാൾസിന്റെ 3 ഔദ്യോഗിക വസതികളിൽ ഒന്നാണ് റോയൽ വിൻസർ കാസിൽ. അപ്പം അവരുടെ ഔദ്യോഗിക വസതികളിൽ ഒന്നാണ് ഈ കാസിൽ. ആ കാസിലിൽ നിന്നാണ് ഇത് കട്ടുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പൊ എന്തായാലും രാജകീയമായിട്ടുള്ളൊരു മോഷണം തന്നെയാണ്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ചിലപ്പം സ്വർണം എടുക്കുക, പണം എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവര് രാജകുടുംബത്തിൽ കയറിയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് പോവും. മോദി ബ്രസീലിലെ G20 തുടക്കം.
G20 ഉച്ചകോടിക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോക നേതാക്കളെ വരവേറ്റ് ബ്രസീൽ. ഇന്നലെ റിയോ ഡി ജനീറോയിലെ മ്യൂസിയം ഓഫ് മോഡൽ ആർട്ടിൽ തുടങ്ങിയ ഉച്ചകോടി ഇന്നാണ് സമാപിക്കുന്നത്. അപ്പോൾ US പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയൻ സ്റ്റാമർ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയ നേതാക്കൾ ഇതിനകത്ത് പങ്കെടുത്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിന് പകരം വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് പങ്കെടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മോദി വിദേശയാത്രയിലാണ്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ്, ബ്രസീലിലാണ്. ഇതിന്റെ മുഖ്യ വിഷയമായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. നീതിയുക്തവും സുസ്ഥിരവുമായ ലോകം കെട്ടിപ്പടുക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഉദ്ഘാടനം സെഷനിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും എതിരായ ആഗോള സഖ്യത്തിന് തുടക്കമിട്ടു. കാലാവസ്ഥാ വ്യതിയാനം, ഊർജ്ജം, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കും. പശ്ചിമേഷ്യയിലെയും യുക്രൈനിലെയും സംഘർഷം അവസാനിപ്പിക്കുന്നതും വിഷയമാകും. അപ്പോൾ പശ്ചിമേഷ്യയിലെ യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും അവർ ചർച്ച ചെയ്യും. പുള്ളിക്കാരനൊരു സമാധാനപ്രിയനാണെന്നാണല്ലോ പറയുന്നത്. സ്വന്തം രാജ്യത്തെ സമാധാനം കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നില്ല, പക്ഷെ വേറെ രാജ്യത്തെ കാര്യങ്ങൾ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു വാർത്ത എന്ന് വെച്ചാൽ പാകിസ്ഥാൻകാർ, നമ്മൾ പാകിസ്ഥാനുമായിട്ട് പണ്ട് മുതലേ പ്രശ്നമുള്ള ആൾക്കാരാണല്ലോ. നമ്മുടെ ജമ്മു കാശ്മീർ വരണമെന്നൊക്കെ പറഞ്ഞ് കുറേ യുദ്ധങ്ങളൊക്കെ നടന്ന് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനാണെങ്കിൽ നമ്മുടെ 7 മീൻപിടുത്തക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയാണ് ഇപ്പം മോചിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത 7 ഇന്ത്യൻ മീൻപിടുത്തക്കാരെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. ഗുജറാത്തിലെ ഇന്ത്യ പാക് സമുദ്രാതിർത്തി പ്രദേശത്താണ് ഇരു രാജ്യങ്ങളുടെയും തീരസേനകൾ തമ്മിൽ സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. 2 മണിക്കൂറിലേറെ പാക് കപ്പലിനെ പിന്തുടർന്നാണ് ഇന്ത്യൻ തീരസേന ഇവരെ മോചിപ്പിച്ചപ്പം 2 മണിക്കൂറിലേറെ അധികമായിട്ട് ഈ പാക് കപ്പലിനെ പിന്തുടർന്നാണ് നമ്മുടെ ഇന്ത്യൻ സേന ഈ 7 മീൻപിടുത്തക്കാരെ മോചിപ്പിച്ചത്. ദൗത്യത്തിനിടെ കേടുപാട് സംഭവിച്ച മീൻപിടുത്ത ബോട്ട് കടലിൽ മുങ്ങി. അപ്പോൾ ഈ ദൗത്യത്തിനിടെ കേടുപാടൊക്കെ സംഭവിച്ച മീൻപിടുത്തക്കാരുടെ ബോട്ട് കടലിൽ മുങ്ങി. ഞായറാഴ്ചയാണ് ഗുജറാത്ത് തീരത്തെ സംഭവങ്ങൾ. സമുദ്രാതിർത്തി ലംഘനം എന്ന് ആരോപിച്ച് കാൽ ഭൈരവ് എന്ന ബോട്ടും അതിലെ തൊഴിലാളികളെയും പാകിസ്ഥാൻ മാരിടൈം ഏജൻസിയുടെ നുസ്രത്ത് എന്ന നിരീക്ഷണ കപ്പൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അപ്പം പാകിസ്ഥാന്റെ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ നസ്രത്ത് എന്ന നിരീക്ഷണ കപ്പലാണ് നമ്മുടെ ഭൈരവ്, അതായത് കാൽ ഭൈരവ് എന്ന് പറയുന്ന ബോട്ട്, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അവർ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെ ഇന്ത്യൻ തീരസംരക്ഷണ കപ്പൽ അഗ്രമിനെ സേന ഇവരെ രക്ഷിക്കാൻ നിയോഗിച്ചു. പാക് കപ്പലിനെ പിന്തുടർന്ന ഇന്ത്യൻ സേനാംഗങ്ങൾ മത്സ്യത്തൊഴിലാളികളെ ഒരു കാരണവശാലും വിട്ടുതരില്ലെന്ന് വ്യക്തമാക്കി. അപ്പം 2 മണിക്കൂറിലേറെ പാക് കപ്പലിനെ പിന്തുടർന്ന് തൊഴിലാളികളെ മോചിപ്പിക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യൻ സേന. തൊഴിലാളികളുമായിട്ട് ഇന്നലെ ഓഖ തുറമുഖത്ത് കപ്പല് മടങ്ങിയെത്തിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ എന്തെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുക പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. പാകിസ്ഥാൻ ചിലപ്പോൾ നമ്മൾ ഇതൊന്നും ലംഘിച്ച് കാണത്തില്ലായിരിക്കാം, ജസ്റ്റ് ബോർഡർ വരെ ചെന്നിട്ടുണ്ടായിരിക്കും. അപ്പം അത് കണ്ടപ്പോൾ പെട്ടെന്ന് പിടിച്ചതായിരിക്കാം. എന്തായാലും ഇന്ത്യൻ സേന 2 മണിക്കൂർ പിന്തുടർന്ന് അവരെ രക്ഷിച്ച് തിരിച്ച് തുറമുഖത്ത് ഓഖ തുറമുഖത്ത് കപ്പലിലും ഒരു 7 പേരും മടങ്ങിയെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. എന്താ അടുത്ത വാർത്ത മരിയ? സ്പോർട്സിലോട്ട് പോകാം. അർജന്റീനയും ബ്രസീലും വിജയം തേടി നാളെ ഇറങ്ങും. ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും മുൻ ജേതാക്കളായ ബ്രസീൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ നാളെ കളത്തിലിറങ്ങും. അർജന്റീനയ്ക്ക് ഇന്ത്യൻ സമയം നാളെ രാവിലെ 5:30 തുടങ്ങുന്ന മത്സരത്തിൽ പെറുവാണ് എതിരാളി. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് ലബോബെറന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പരാഗ്വേയോടും അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ മെസ്സിയും സംഘവും പെറുവിനെ വീഴ്ത്തി വിജയവീഴ്ചയിൽ തിരിച്ചെത്തണമെന്ന പ്രതീക്ഷയിലാണ് ബൂട്ട് കെട്ടുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ചിലിയെ സമനിലയിൽ തളച്ചാണ് പെറു വരുന്നത്. 11 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റുമായി അർജന്റീന 1-ാം സ്ഥാനത്തും 1 ജയം മാത്രമുള്ള
പെറു 9ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. അപ്പം അർജന്റീനയും ബ്രസീലും ലാറ്റിൻ അമേരിക്കൻ ഇത് ഓക്കെ. ലാറ്റിൻ അമേരിക്കൻ മത്സരമാണ് നടക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ ഇതാണ്. അപ്പൊ അർജന്റീനയും ബ്രസീലും വിജയം തേടി നാളെ ഇറങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ അർജന്റീനയുടെ മത്സരം നാളെ ഇന്ത്യൻ സമയം നാളെ രാവിലെ 5:30 5:30. ഓക്കെ. അപ്പം നാളെ ആരായിരിക്കും ജയിക്കാന്ന് നോക്കാം. മരിയക്ക് പിന്നെ റൊണാൾഡോ ഇല്ലാത്തതുകൊണ്ട് കാണില്ല. ബ്രസീൽ ഫാൻസും അർജന്റീന ഫാൻസും കാണുക. ഞാൻ കാണാത്തില്ല. വേറെ എനിക്ക് മെസ്സിയാണ് ഇഷ്ടം. എന്നാലും ഞാനങ്ങനെ ഞാൻ വേൾഡ് ഫുട്ബോളേ കാണാം. അല്ലാതെ ഇങ്ങനത്തെ ഒന്നും അത് ഞാൻ കാണത്തില്ല. ഓക്കെ. പിന്നെ നമുക്ക് അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പ്രധാന താര പോരാട്ടങ്ങളെ കുറിച്ച് നമ്മുടെ മനോരമ വളരെ നല്ലൊരു ഏതൊക്കെ താരങ്ങളാണ് മികച്ച രീതിയിൽ കളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, കുറേ ആൾക്കാരെ കുറിച്ച്. അപ്പം ഇനി 3 ദിവസം കൂടെ ഉള്ളൂ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് മനോരമ ബാറ്റ് വേഴ്സസ് ബോൾ എന്ന് പറഞ്ഞൊരു പങ്ക്തി ചെയ്തിരിക്കുന്നത്. ക്രിക്കറ്റ് കാണുന്നവരും കളിക്കുന്നവരും ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു ടീം ഗെയിമായിട്ടാണോ വ്യക്തിഗത സ്പോർട്ടായിട്ടാണോ നിങ്ങൾ കാണുന്നത് എന്നതാണത്. ക്രിക്കറ്റിനെ കുറിച്ച് ഇങ്ങനെ നിരീക്ഷിച്ചത് അതിന് ഏറ്റവും അർഹതയുള്ള ഒരാളാണ്, സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ. ഒരേ സമയം 22 പേർ ടീമായി തിരിഞ്ഞ് മത്സരിക്കുന്നതിനൊപ്പം ഓരോരുത്തരുടെയും മസ്തിഷ്കത്തിൽ നടക്കുന്ന പരസ്പര പോരാട്ടം കൂടിയാണ് ക്രിക്കറ്റ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് അരങ്ങൊരുങ്ങുമ്പോൾ ആരാധകർ കാത്തിരിക്കുന്ന അത്തരം ചില താര പോരാട്ടങ്ങൾ കൂടിയുണ്ട്. ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും പരസ്പരം വെല്ലുവിളിച്ചു നിൽക്കുന്ന ഇവർക്കിടയിലുള്ള ജയപരാജയങ്ങൾ കൂടിയാകും പരമ്പരയുടെ ഗതി നിർണ്ണയിക്കുക. അപ്പം ആരൊക്കെയാണ് ആ താര പോരാട്ടങ്ങൾ എന്ന് വെച്ചാൽ വിരാട് കോഹ്ലി, പാറ്റ് കമ്മിൻസ്. ഓഫ് സ്റ്റമ്പിന് പുറത്ത് മോഹിപ്പിക്കുന്ന പന്തുകൾ എറിഞ്ഞ് കോഹ്ലിയെ വീഴ്ത്തുന്നതാണ് കമ്മിൻസിന്റെ തന്ത്രം. കമ്മിൻസിന്റെ ആ പ്രലോഭനം മാനസികമായി കോഹ്ലിയെ എങ്ങനെ അതിജീവിക്കും എന്നതിനെ ആശ്രയിച്ചു കൂടിയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. നേരിട്ട പന്തുകൾ 269, നേടിയ റൺസ് 96, ഔട്ട് 5. അടുത്തത് സ്റ്റീവ് സ്മിത്ത്, രവിചന്ദ്രൻ അശ്വിൻ. അശ്വിനെ സ്വപ്നത്തിൽ കണ്ടാൽ പോലും പേടിക്കുന്നതാണ് സ്മിത്തിന്റെ ശീലം. സമീപകാല പരമ്പരകളിലെല്ലാം ഇന്ത്യ നേടിയ വിജയങ്ങളുടെ കാരണങ്ങളിലൊന്ന് സ്മിത്തിന് മേൽ അശ്വിൻ പുലർത്തിയ മേധാവിത്വമായിരുന്നു. ട്രാവിസ് ഹെഡ്, ജസ്പ്രീത് ബുംറ. ഹെഡിന്റെ തലവട്ടം കണ്ടാൽ പോലും പേടിക്കുന്ന ഇന്ത്യൻ ബോളർമാർക്കിടയിൽ വ്യത്യസ്തനാണ് ബുംറ. തന്റെ പതിവ് ആക്രമണ സ്വഭാവം മാറ്റിവെച്ച് ഹെഡ് ബഹുമാനത്തോടെ നേരിടുന്ന അപൂർവം ബോളർമാരിൽ ഒരാൾ. നേതൻ ലയൺ, ഋഷഭ് പന്ത്. സിക്സറുകളിലൂടെ ലയണിന്റെ മനോവീര്യം കെടുത്തുക എന്നതാണ് പന്തിന്റെ പതിവ് പദ്ധതി. എന്നാൽ പന്തിനെ 5 തവണ പുറത്താക്കിയതിന്റെ മികച്ച റെക്കോർഡ് ലയണിനുമുണ്ട്. ശരി, അത് കൊള്ളാം. മാർനസ് ലബൂഷെയ്ൻ, രവീന്ദ്ര ജഡേജ. പരസ്പരം കളിച്ച ടെസ്റ്റ് മത്സരങ്ങളിൽ 5 തവണയാണ് ലെഫ്റ്റ് ആം സ്പിന്നറായ ജഡേജ ലബുഷെയ്നെ വീഴ്ത്തിയത്. ഇതിൽ 4 ഇന്ത്യൻ മണ്ണിൽ നടന്ന കഴിഞ്ഞ പരമ്പരയിലായിരുന്നു. അപ്പൊ ഇന്ത്യൻ മണ്ണിലെ പരമ്പരയിലാണ് ജഡേജ ഷെയ്നെ വീഴ്ത്തിയത്. ജഡേജ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന മത്സരങ്ങളിൽ ലബുഷെയ്ൻ നേടിയത് 3 അർദ്ധ സെഞ്ചുറികൾ. KL രാഹുൽ, മിച്ചൽ സ്റ്റാർക്ക്. ഇടം കൈയ്യൻ പേസർമാർക്കെതിരെ ഒട്ടും മികച്ച റെക്കോർഡല്ല രാഹുലിനുള്ളത്. രോഹിത് ശർമ്മയുടെ അസാന്നിധ്യത്തിൽ ഓപ്പണിംഗിൽ തന്നെ രാഹുൽ എങ്ങനെ സ്റ്റാർക്കിനെ നേരിടും എന്നതിനെ ആശ്രയിച്ചാകും ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ഇന്നിങ്സിന്റെ മുന്നേറ്റം. അപ്പം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പ്രധാന താരപോരാട്ടങ്ങൾ ഇവരാണ്. അതുപോലെ ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് അല്ലേ? അതെ. എന്തായാലും നല്ല കുറേ ആൾക്കാരുണ്ട്. എനിക്ക് കുറച്ച് പേര് അറിയത്തുള്ളൂ. വിരാട് കോഹ്ലി, പാറ്റ് കമ്മിൻസൺ, രവീന്ദ്ര ജഡേജ, ഋഷഭ് പന്ത്, അങ്ങനെ ആൾക്കാർ എനിക്ക് അറിയത്തുള്ളൂ. എന്നാലും ഞാൻ കളിയൊന്നും കാണാറില്ല കേട്ടോ. എന്തായാലും ഇതാണ് നമ്മുടെ സ്പോർട്സ് പേജിലുള്ളത്. പിന്നെ CK നായിഡു ട്രോഫി കേരളത്തിന് ജയം. അതായത് ടൂർണമെന്റ് ചരിത്രത്തിലെ 12 കളിയിൽ തമിഴ്നാടിനെതിരായ കേരളത്തിന്റെ ആദ്യ വിജയമാണ്. CK നായിഡു ട്രോഫിയിലെ കേരളത്തിന് തമിഴ്നാടിനെതിരെ 180 റൺ വിജയം. വരുൺ നായനാരുടെ വെടിക്കെറ്റ് ബാറ്റിംഗിന്റെയും പവൻ രാജിന്റെ വിക്കറ്റ് വേട്ടയുടെയും മികവിലാണ് കേരളത്തിന്റെ ജയം. ആദ്യ ഇന്നിംഗ്സിൽ 109 റൺസ് ലീഡ് നേടിയ കേരളം രണ്ടാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 248 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്ത് തമിഴ്നാടിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു.
358 റൺസിന്റെ വിജയലക്ഷ്യമായി കളത്തിലിറങ്ങിയ തമിഴ്നാട് ബാറ്റിംഗ് നിര പവൻ രാജിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ 158 പുറത്തായി. ആദ്യ ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ പവൻ രണ്ടാം ഇന്നിംഗ്സിൽ 7 വിക്കറ്റുകൾ കൂടി വീഴ്ത്തി. 3-ന് 90 റൺസ് എന്ന നിലയിൽ ഇന്നലെ ഇന്നിംഗ്സ് പുനരാരംഭിച്ച കേരളത്തിനായി ഒരു സിക്സും 13 ഫോറും ഉൾപ്പെടെയാണ് വരുൺ 112 റൺസ് എടുത്തത്. അപ്പം CK നായിഡു ട്രോഫിയിൽ 12 കളികളിൽ തമിഴ്നാടിനെതിരെ കേരളത്തിന്റെ ആദ്യത്തെ വിജയമാണിത്. നേരത്തെ 11 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 8ലും വിജയിച്ചത് തമിഴ്നാടായിരുന്നു. അപ്പം 3 മത്സരങ്ങളിൽ സമനിലയുമായിട്ട് പിരിഞ്ഞു. അപ്പോൾ തമിഴ്നാടുമായിട്ടുള്ള മത്സരത്തിൽ കേരളത്തിന്റെ ആദ്യത്തെ വിജയമാണ് ഇന്നലെ സംഭവിച്ചത്. ഓക്കെ, നമ്മൾ ഇനി എന്തെങ്കിലും വാർത്ത നോക്കാനുണ്ടോ? ഏകദേശം എല്ലാം കവർ ചെയ്തു. ഓക്കെ, ഏകദേശം എല്ലാ വാർത്തകളും ഞങ്ങൾ കവർ ചെയ്തു, സ്പോർട്സ് പേജ് എല്ലാം. അപ്പോൾ ഇനി ഞങ്ങൾ തൽക്കാലം ഞങ്ങളുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പത്രവാർത്താസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും പുതിയ വാർത്തകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ടാറ്റ, ബൈ ബൈ.